എല്ലാ ഭാരങ്ങളും ചുമക്കും എന്നും താങ്ങി എന്നെ നടത്തും. കർത്തൻ തൻ കരത്താൽ കണ്ണുനീർ തുടയ്ക്കും, കാത്തുപാലിക്കുമെന്നെ നിത്യം. കർത്തൻ തൻ കരത്താൽ കണ്ണുനീർ തുടയ്ക്കും, കാത്തുപാലിക്കുമെന്നെ നിത്യം. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിന്റെ പുസ്തകം 18-ാം അധ്യായം 16-ാമത് വാക്യത്തിൻ്റെ ആരംഭ ഭാഗം, കീഴെ അവൻ്റെ വേരുണങ്ങിപ്പോകും എന്ന വാക്കുകളാണ്. ഇത് ബിൽദാദിൻ്റെ വാക്കുകളാണ്. ഭക്തനായ ഇയ്യോബിനോട് പറയുകയാണ്, ദൈവത്തെ വിട്ട് ദുഷ്ടതയും തിന്മയും പ്രവർത്തിക്കുന്നവർ എന്നേക്കുമായി നശിച്ചു പോകുന്നു എന്നുള്ളതിനോടുള്ള ബന്ധത്തിലാണ് കീഴെ അവൻ്റെ വേര് ഉണങ്ങിപ്പോകും എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി ശൂന്യമാക്കി കളയപ്പെടുന്ന ഒരു പശ്ചാത്തലം നിന്റെ മുൻപിൽ ഉണ്ടാകും എന്ന് പറയുന്നതായ വാക്കുകളാണ്. 80-ാം സങ്കീർത്തനത്തിൻ്റെ 11 മുതലുള്ളതായ വാക്യങ്ങൾ വായിക്കുമ്പോൾ അത് കൊമ്പുകളെ സമുദ്രം വരെയും ചില്ലികളെ നദി വരെയും നീട്ടിയിരിക്കുന്നു. വഴി പോകുന്നവരൊക്കെയും അതിനെ പറിപ്പാൻ തക്കവണ്ണം നീ അതിൻ്റെ വേലി പൊളിച്ചു കളഞ്ഞത് എന്ത്? കാട്ടുപന്നി അതിനെ മാന്തിക്കളയുന്നു, വയലിലെ മൃഗങ്ങൾ അത് തിന്നുകളയുന്നു എന്നോർപ്പിക്കുകയാണ്. ഏറ്റവും ശ്രേഷ്ഠമായിട്ട് കിളിർത്ത് വളർന്ന് പന്തലിച്ച് നിൽക്കുന്നതായ ഒരു വൃക്ഷത്തെ കാട്ടുപന്നി വന്ന് അതിൻ്റെ വേരുകളെ മാന്തി ആ വൃക്ഷത്തെ നശിപ്പിച്ച് കളഞ്ഞതുപോലെ തിന്മ കൈമുതലാക്കിക്കൊണ്ട് പോകുന്നതായ ജീവിതത്തിൽ നാശം അവനെ തേടി വരും എന്നോർമ്മപ്പെടുത്തുന്ന വാക്കുകളാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ പ്രാരംഭ ഭാഗങ്ങളൊക്കെ വായിച്ചു വരുമ്പോൾ ഏറ്റവും മനോഹരമായി കുന്നിന്മേൽ നട്ടുവച്ചിരിക്കുന്ന ഒരു മുന്തിരിത്തോട്ടം, അത് നന്നായി വളർന്ന് ഫലം കായ്ക്കേണ്ട സമയമായപ്പോൾ കാട്ടുമുന്തിരി കായ്ച്ചതുകൊണ്ട് അതിന് വേലി പൊളിച്ചു കളയുകയും അതിലാളുകൾ കടന്ന് അത് പൂർണ്ണമായി നശിപ്പിച്ചു കളയുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലത്തിലേക്ക് കടന്നു പോകുവാനിടയായിത്തീർന്നു എന്നുള്ളതാണ്. ഞാൻ എൻ്റെ മുന്തിരിത്തോട്ടത്തോട് എന്തു ചെയ്യുമെന്ന് നിങ്ങളെ അറിയിക്കാം. ഞാൻ അതിൻ്റെ വേലി പൊളിച്ചു കളയും, അത് തിന്നുപോകും. ഞാൻ അതിൻ്റെ മതിലിടിച്ചു കളയും, അത് ചവിട്ടി മെതിച്ചു പോകും. ഞാൻ അതിനെ ശൂന്യമാക്കും, അത് വള്ളിത്തല മുറിക്കാതെയും കിളയ്ക്കാതെയും ഇരിക്കും. പറക്കാരെയും മുള്ളും അതിൽ മുളയ്ക്കും, അതിൽ മഴ പെയ്യ്ക്കരുതെന്ന് ഞാൻ മേഘങ്ങളോട് കൽപ്പിക്കും എന്നൊക്കെ പറയുമ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായി ഫലം കായ്ക്കേണ്ട മുന്തിരി കാട്ടുമുന്തിരി കായ്ച്ചതുകൊണ്ട് അതിനെ പൂർണ്ണമായി നശിപ്പിച്ചു കളഞ്ഞിരിക്കുന്നു എന്നതാണ്. ഇവിടെ ഭക്തനോട് പറയുന്നത്, നല്ല ഫലം കൊടുക്കാൻ കഴിയാതെ പോയതുകൊണ്ട് നിന്നെ പൂർണ്ണമായി വേരോടുകൂടി ഉണക്കിക്കളയത്തക്ക തലത്തിൽ, ഒരിക്കലും നീ കിളിർത്തു വരാത്ത തലത്തിൽ നീ നശിച്ചു പോകുമെന്ന് പറയുന്നതായ വാക്കുകളാണ്. പക്ഷേ അത് മനുഷ്യൻ്റെ വാക്കുകളായിരുന്നു. സർവശക്തിയുള്ള ദൈവം ഭക്തനോട് പറഞ്ഞത്, നീ ഇല്ലാതെയായി പോകുമെന്ന് പറയുന്നവരുടെ മുൻപിൽ ഞാൻ നിന്നെ ശ്രേഷ്ഠനായി എഴുന്നേൽപ്പിക്കും, തല ഉയർത്തി നീ നിൽക്കും എന്ന് പറയുന്നതായ വാക്കുകളാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ലോകത്തിൻ്റെ വിധി കേട്ട് നാം ക്ഷീണിച്ചു പോകുകയല്ല, ദൈവത്തിൻ്റെ വാക്കുകൾക്ക് വേണ്ടി കാതോർത്തിരിക്കുവാൻ നമുക്ക് കഴിയട്ടെ. തകർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക്,
നാശത്തിൽ നിന്ന് നന്മയിലേക്ക് വരുവാൻ സർവശക്തനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആഴമായി പ്രാർത്ഥിക്കാം. അതിന് സർവശക്തിയുള്ള ദൈവം എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും കൃപ നൽകട്ടെ. കരുണയുള്ള ദൈവമേ, ഞങ്ങൾ നാശത്തിൽ നിന്ന് ശ്രേഷ്ഠതയിലേക്കും നന്മയിലേക്കും ഉയർന്നു വരുവാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആഴമായ നിലവിളിയോടും പ്രാർത്ഥനയോടും കടന്നു വരുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണം. ദൈവം ഞങ്ങളെ സഹായിക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.